ഹലോ മൈ ജിയോങ്സ്, ഇതുവരെ എനിക്കിപ്പോൾ 275 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. ഇന്നലെ നൈറ്റ് കൊണ്ട് ഞാൻ യുവർ ലൈൻ ഏപ്രിലിൻ്റെ ഫുൾ എപ്പിസോഡും കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് പ്രഡിക്റ്റ് ചെയ്തതാണെങ്കിലും ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഒരു മൊമെന്റിൽ എന്തോ ഒരു വെയിറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ കാണുമ്പോഴേ അത് മനസ്സിലാവണം അതിൻ്റെ ഫീൽ എന്താണെന്ന്. എൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ആനിമയാണ്. അത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. സോ താങ്ക് യു ഫോർ ദ സജഷൻ. നിങ്ങൾക്ക് ഇനി പുതിയ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സജസ്റ്റ് ചെയ്യുക. എപ്പിസോഡ് 15 മുതൽ എപ്പിസോഡ് 22 വരെയുള്ള ഫുൾ എക്സ്പ്ലനേഷൻ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നാലേ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ, അതിന്റെ ഒരു എഫക്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പാതി നിന്ന് പോകുമ്പോൾ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു മൂവി ലൈക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വീഡിയോ തുടങ്ങുന്നത് തന്നെ സുബാക്കിയുടെ കരച്ചിലോടെയാണ്. ആര്യമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന അവൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മണൽ വെച്ചുണ്ടാക്കിയ ഒരു സാൻഡ് ബോൾ ഉണ്ടല്ലോ, ആ ഒരു ബോള് കൈ തട്ടി താഴെ വീണ് ഉടഞ്ഞു പോയിരിക്കുകയാണ്. സത്യത്തിൽ ആ ഉടഞ്ഞത് വെറും ഒരു ബോൾ മാത്രമല്ല, ആര്യമ്മ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയായിട്ടാണ് നമുക്ക് സൂചിപ്പിച്ച് തരുന്നത്. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് അവൾ മറ്റൊരു സത്യം കൂടി അറിയുന്നു. ആര്യമ്മ ഉപരിപഠനത്തിനായി ദൂരെയുള്ള ഒരു മ്യൂസിക് സ്കൂളിൽ ചേരാൻ പോവുകയാണെന്നുള്ള കാര്യം. താൻ തനിച്ചാകുമെന്ന് ഉറപ്പായതോടെ നീ എവിടെ വേണമെങ്കിലും വെക്കോ, എനിക്ക് പ്രശ്നമില്ല എന്ന് അവൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അത് ഫീൽ ആവുന്നുണ്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ നമ്മളെ വിട്ടു പോകുമെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തളർച്ച സുബാക്കിയുടെ മുഖത്തും കാണാൻ പറ്റും. സുബാക്കി സൈറ്റോയുമായി നടന്നു പോകുമ്പോൾ അവർ രണ്ടുപേരും ഒരേ സമയം ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ സൈറ്റോ ഒരു വലിയ കാര്യം തുറന്നു പറയുകയാണ്. അവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും സുബാക്കിയുമായി പിരിയണമെന്നും അവൻ പറയുന്നു. പക്ഷേ സത്യാവസ്ഥ അതല്ല. സുബാക്കി കൂടെ ഉള്ളപ്പോഴും എപ്പോഴും ആര്യമ്മയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്ന സൈറ്റോയ്ക്കും മനസ്സിലായി. അവൾ പോലും തിരിച്ചറിയാത്ത അവളുടെ പ്രണയം സൈറ്റോ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൾ മ്യൂസിക് റൂമിൽ വെച്ച് ആര്യമ്മയെ കാണുമ്പോൾ എന്നെ സൈറ്റോ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുകയാണ്. ആര്യമ്മ അവളെ ചേർത്ത് പിടിച്ച് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുന്നു. പക്ഷേ പാവം സുബാക്കിക്ക് വേണ്ടത് സൗഹൃദമായിരുന്നില്ല, അവന്റെ പ്രണയമായിരുന്നു. ഇതിനിടയിലാണ് നാഗിയ ഐസറ്റോ എന്ന പുതിയ പെൺകുട്ടി കഥയിലേക്ക് വരുന്നത്. പിയാനോ പഠിക്കാൻ എത്തിയ അവൾക്ക് ആര്യമ്മയെ ടീച്ചറായി ലഭിച്ചു. ആദ്യം അവൾക്ക് ആര്യമ്മയോട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ലെങ്കിലും അവളുടെ വായന കണ്ടപ്പോൾ ആര്യമ്മയെ ഞെട്ടിപ്പോയി. ആര്യമ്മയുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉത്തരവാദിത്തം കൂടി വരികയാണ്. അടുത്ത സൈഡിലെ ആശുപത്രിയിൽ നിന്ന് ആരും കാണാതെ നടക്കാൻ ശ്രമിക്കുകയാണ് നമ്മളുടെ കവോരി. പെട്ടെന്ന് അവളുടെ കാലുകൾ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ അവൾ തറയിലേക്ക് വീഴുന്നുണ്ട്. ആഞ്ഞ് ശ്രമിച്ചിട്ടും ആ കാലുകൾ അനങ്ങുന്നില്ല. എഴുന്നേക്ക്, എന്നെ കൊണ്ട് പറ്റും, നീ എഴുന്നേക്ക്. സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചിട്ട് പോലും പറ്റുന്നില്ല. ഇനി ഒരിക്കലും സ്റ്റേജിൽ കയറാൻ കഴിയില്ല എന്ന വലിയൊരു ചോദ്യം അവളുടെ ആ കരച്ചിലുണ്ട്. അപ്പൊ ഇതിനെനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ പലതും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. സുബാക്കിയുടെ തകർന്ന പ്രണയമായാലും കവോരിയുടെ തളർന്ന കാലുകളായാലും വിധി ചിലപ്പോൾ ക്രൂരമായി പെരുമാറും. എങ്കിലും കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ ആര്യമ്മയെ പോലെ നമുക്ക് കഴിയണം. അടുത്തതായി നമുക്ക് കവോരിയുടെ അപകടം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് രീതിയിൽ കാണിച്ചു തരികയാണ്. ഈ കോൺസേർട്ടിന് വേണ്ടി ഒരു ദിവസം മുൻപ് കവോരി തന്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. പെട്ടെന്ന് അവളുടെ കാലുകൾ ബാലൻസ് നഷ്ടപ്പെട്ട് അവൾ താഴെ വീഴുന്നു. അവളുടെ കയ്യിലിരുന്ന മ്യൂസിക് നോട്ടില് അല്ലെങ്കിൽ ബുക്കിൽ രക്തത്തുള്ളിയായി വീഴുന്നു. ആരും സഹായിക്കാനില്ലാതെ അവൾ അവിടെ ബോധരഹിതയായി വീഴുന്നു. സോ അതാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക്. അത് കാരണമാണ് അവൾ ഇങ്ങനെ ആയത്. ഇതൊന്നും അറിയാതെ ആര്യമ്മ നാഗിക്ക് പിയാനോ പഠിപ്പിക്കുകയാണ്. നാഗി നന്നായി വായിക്കുന്നുണ്ടെങ്കിലും ആര്യമ്മ അവളെ ഒരുപാട് വിമർശിക്കുന്നു. വിരലുകളുടെ പൊസിഷൻ ഇരിക്കുന്ന രീതി എന്നിവ അനുസരിച്ച്. മ്യൂസിക് എന്നത് വെറും ഒരു പ്രൈസ് കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലെ വികാരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് എന്ന് അവൻ അവളോട് പറയുന്നു. ആര്യമ്മ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവൻ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ അവൻ എന്തായിരുന്നു, ഇൻസെക്യൂരിറ്റികൾ നിറഞ്ഞ കുട്ടിയായിരുന്നു. പക്ഷെ എന്ന് നമ്മളുടെ കവോരി വന്നു, അന്ന് മുതൽ അവന്റെ ക്യാരക്ടറിന് തന്നെ വ്യത്യാസം വന്നു തുടങ്ങി. ഇപ്പൊ അവൻ ഫുള്ളി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇപ്പോൾ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ഇപ്പം അടുത്തതായിട്ട് കവോരി ആശുപത്രിയിൽ നിന്ന് ഒരു ദിവസം അവധിക്ക് വരുന്നു. അവൾ ആര്യമ്മയെ നിർബന്ധിച്ച് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നു. കവോരി ഇഷ്ടമുള്ള ഡ്രസ്സുകൾ എടുക്കുന്നു, ടെഡി ബിയർ ഒക്കെ വാങ്ങുന്നു. അവിടെ അമ്മയെ കാണാതെ കരഞ്ഞ ഒരു കുട്ടിയെ കവോരി ആശ്വസിപ്പിക്കുന്നു. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്റെ കുട്ടിക്കാലത്തെ പേടിയാണ് ഓർമ്മ വന്നതെന്ന് കവോരി പറയുന്നു. കവോരി സ്കൂൾ യൂണിഫോമിലാണ് വന്നതെങ്കിലും അവളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല. സ്കൂളിലെ മറന്നു വെച്ചെന്ന് അവൾ നുണ പറയുന്നു. അത് എടുക്കാൻ അവർ സ്കൂളിലേക്ക് പോകുന്നു. സത്യത്തിൽ അവൾക്ക് ആര്യമ്മയോടൊപ്പം സമയം ചെലവഴിക്കാനാണ് അവൾ ഈ നുണയൊക്കെ പറഞ്ഞത്. പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് അവനോട്. ആൻഡ് നാഗി യഥാർത്ഥത്തില് ഐസ ടക്കേഷിയുടെ അനിയത്തിയാണ്. തന്റെ ചേട്ടനെ പണ്ട് പരാജയപ്പെടുത്തിയ കോസയെ അല്ലെങ്കിൽ ആര്യമ്മയെ എങ്ങനെയെങ്കിലും നാണം കെടുത്താനാണ് അവൾ വന്നിരിക്കുന്നത്. അവസാനം അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ആര്യമ്മ നമ്മളുടെ കവോരി എഴുതിക്കൊണ്ട് സൈക്കിൾ എഴുതിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ നോക്കി കവോരി സംസാരിക്കുകയാണ്. ആ ടൈമിൽ രാത്രിയിൽ നിന്നോടൊപ്പം ഇങ്ങനെ പോകുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു എന്ന് അവൾ പറയുന്നു. പെട്ടെന്നാണ് അവൾ കരയുന്നത്. സൈക്കിളിൽ ഇരിക്കുമ്പോൾ കവോരി പെട്ടെന്ന് കോസയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ച് കരയാൻ തുടങ്ങുന്നു. എന്നിട്ടാണ് സത്യം പറയുന്നത്, എനിക്ക് ഇനി അധികം സമയമില്ല, എനിക്ക് പേടിയാകുന്നു എന്ന് അവൾ പറയുന്നു. കോസയുടെ കൈകൾ വിറയ്ക്കുന്നു. തന്റെ അമ്മയെ നഷ്ടപ്പെട്ടതുപോലെ കവോരിയെയും നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടെ അവൻ അവളെ നോക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ കവോരി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ സ്കൂളിൽ വന്നിട്ട് പോലും ഞാൻ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠനത്തിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കവോരിയെ ചെന്ന് കാണാൻ പോലും അവന് പേടിയാകുന്നു. സുബാക്കി അവനൊന്ന് ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കവോരിയോട് സുബാക്കിക്ക് അസൂയാണോ എന്ന് സുഹൃത്തായ കാസിവാഗി ചോദിക്കുന്നു. എന്നാൽ ആര്യമ്മയെ സങ്കടപ്പെടുന്നത് കാണുന്നതാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്ന് സുബാക്കി മറുപടി നൽകുന്നു. നമ്മളുടെ
നമ്മളുടെ ആര്യമ്മയുടെ പുതിയ ശിഷ്യയുണ്ടല്ലോ നാഗി, അവൾ അവനെ പിന്തുടരുകയാണ്. എന്തിനാണ് തന്നെ പിന്തുടരുന്നതെന്ന് ആര്യമ്മ ചോദിക്കുമ്പോൾ അവനെ കുറിച്ച് കൂടുതൽ അറിയാനാണെന്ന് നാഗി പറയുന്നു. നാഗി തന്റെ ചേട്ടനായ ഐസ ടക്കേഷിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. തന്റെ ചേട്ടൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ നിലയിൽ എത്തണമെന്ന് വാശിയിലാണ് അവൾ പിയാനോ പഠിക്കുന്നത്. സംഗീതം എന്നത് വെറും തെറ്റും ശരിയുമല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലെ വികാരങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്തിക്കുന്നതാണെന്ന് ആര്യമ്മ അവളോട് സംസാരിക്കുന്നു. കവോരി കാണാൻ വരാത്ത ആര്യമ്മയെ വട്ടാരി വഴക്ക് പറയുകയാണ്. കവോരിയെ നേരിടാൻ തനിക്ക് ധൈര്യമില്ലെന്നും അവൾ നഷ്ടപ്പെടുമോ എന്ന് താൻ ഭയപ്പെടുന്നുവെന്നും പറഞ്ഞ് ആര്യമ്മ പൊട്ടിക്കരയുന്നുണ്ട്. വട്ടാരി അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കവോരി എന്നെ കാണുമ്പോഴല്ല, നിന്നെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അവൾക്ക് നിന്നെയാണ് ആവശ്യമെന്ന് വട്ടാരി അവനെ ബോധ്യപ്പെടുത്തുന്നു. വട്ടാരിയുടെ വാക്ക് കേട്ട് ആര്യമ്മ കവോരിക്ക് മറ്റേ കനാലി എന്നൊരു മധുരമുണ്ട്, സോ അത് വാങ്ങി അവളെ കാണാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്. കവോരി അവനോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അവൻ വന്നതിൽ അവൾ ഉള്ളാലെ സന്തോഷിക്കുന്നുണ്ട്. തന്റെ അവസാനത്തെ പെർഫോമൻസ് കോസയോടൊപ്പം അല്ലെങ്കിൽ ആര്യമ്മയോടൊപ്പം ആയതിൽ തൃപ്തയാണെന്ന് കവോരി പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ആര്യമ്മ ആ മധുരം മുഴുവൻ തനിയെ തിന്നുകയും കഥക് വലിച്ചടച്ച് പോവുകയും ചെയ്യുന്നു. ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഇനി പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ, ഇനി എന്റെ കൂടെ പെർഫോം ചെയ്യാൻ അവള് കാണില്ലല്ലോ എന്നൊരു ദേഷ്യം കാരണം അവൻ ചെയ്തു പോയത്, നല്ല മനഃപൂർവ്വം ചെയ്തതല്ല. കവോരിക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകാൻ ആര്യമ്മ ഒരു തീരുമാനമെടുക്കുകയാണ്. നാഗിയുടെ സ്കൂളിലെ കൾച്ചറൽ ഫെസ്റ്റിവലിൽ അവളോടൊപ്പം പിയാനോ വായിക്കാമെന്ന് അവൻ സമ്മതിക്കുന്നു. നാഗി തന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോഴാണ് അവൻ ഇത് സമ്മതിക്കുന്നത്. സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് നാഗി വല്ലാതെ ഭയപ്പെടുന്നു. ആര്യമ്മ അവളുടെ കൈ പിടിക്കുന്നു. അപ്പോൾ നാഗി ശ്രദ്ധിക്കുന്നത് ആര്യമ്മയുടെ കൈകൾ തന്നേക്കാൾ കൂടുതൽ വിറയ്ക്കുന്നു എന്നാണ്. നമ്മൾ നമുക്ക് വേണ്ടിയല്ല, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞ് ആര്യമ്മ അവളെ ധൈര്യപ്പെടുത്തുന്നു. ഇരുവരും സ്റ്റേജിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോസയും നാഗിയും ഒരേ പിയാനോയിൽ തങ്ങളുടെ പെർഫോമൻസ് ആരംഭിക്കുകയാണ്. കോസ നാഗിക്ക് മികച്ച പിന്തുണ നൽകുന്നുണ്ട്. ഇവരുടെ വേഗത്തിലുള്ളതും കൃത്യവുമായിട്ടുള്ള വായന കണ്ട് ഓഡിയൻസ് അത്ഭുതപ്പെടുന്നുണ്ട്. നാഗിയുടെ ചേട്ടനായ ഐസ പോലും തന്റെ അനിയത്തിയുടെ കഴിവ് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ആര്യമ്മ തന്റെ ശൈലി മാറ്റുന്നു. അവന്റെ ഉള്ളിലെ ഭയങ്ങളും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും അവൻ അസ്വസ്ഥനാക്കുന്നു. അവൻ കൂടുതൽ പവർഫുൾ ആയി പിയാനോ വായിക്കാൻ തുടങ്ങുന്നു. ആര്യമ്മയുടെ അപ്രതീക്ഷിതമായ ഈ മാറ്റം നാഗിയെ ആദ്യം പേടിപ്പിക്കുന്നു. അവനോടൊപ്പം താളം പിടിക്കാൻ ബുദ്ധിമുട്ടാകുന്നു. എന്നാൽ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. തന്റെ കഠിനാധ്വാനം ചേട്ടനെ ബോധ്യപ്പെടുത്തണമെന്ന ആഗ്രഹവും മുൻനിർത്തി അവൾ ആര്യമ്മയ്ക്ക് തുല്യമായി പിയാനോ വായിക്കുന്നുണ്ട്. ആ സമയത്ത് വട്ടാരി ആശുപത്രിയിലുള്ള കവോരിക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. കവോരി ഈ പെർഫോമൻസ് ഫോണിലൂടെ കേൾക്കുന്നു. നാഗിയുടെ ആത്മവിശ്വാസം കണ്ട് ഹിരോക്കോ ടീച്ചർ സന്തോഷിക്കുന്നു. ഇങ്ങനെ കുറെ സീനെ കാണിച്ചു തരികയാണ്. പെർഫോമൻസ് അവസാനിക്കുമ്പോൾ ഹാള് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. നാഗി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നു. നാഗിയോട് ആ ജനക്കൂട്ടത്തെ നോക്കൂ, അവൾ നിനക്ക് വേണ്ടിയാണ് കൈയടിക്കുന്നത് എന്ന് നമ്മളുടെ ആര്യമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ സന്തോഷം കൊണ്ട് കരയുകയാണ്. ഇരുവരും പരസ്പരം കൈകൊടുത്ത് ഓഡിയൻസിന് നന്ദി പറയുന്നു. നാഗി തന്റെ അനിയത്തിയാണെന്നത് ഐസ ആര്യമ്മയോട് വെളിപ്പെടുത്തുന്നു. തന്നെ അനിയത്തിയോടൊപ്പം പെർഫോം ചെയ്തതിൽ ഐസയ്ക്ക് അല്പം അസൂയയും ദേഷ്യവുമുണ്ട്. വരുന്ന ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഈസ്റ്റേൺ ജപ്പാൻ പിയാനോ കോമ്പറ്റീഷനിൽ വെച്ച് തന്നെ തോൽപ്പിക്കാൻ ഐസ ആര്യമ്മയെ വെല്ലുവിളിക്കുന്നു. ആര്യമ്മ ആശുപത്രിയിലെത്തി കവോരി കാണുന്നുണ്ട്. കവോരിക്ക് പിയാനോ വായിക്കാൻ കഴിയാത്തതിൽ വലിയ സങ്കടമുണ്ട് അവന്. അവൾ ആശുപത്രിയിലെ ചെറിയ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. ആര്യമ്മ കവോരിക്ക് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇനിയും ഒരു തവണ കൂടി നമുക്ക് ഒന്നിച്ച് പെർഫോം ചെയ്യണം എന്ന് അവൻ കവോരിയോട് പറയുന്നുണ്ട്. ആര്യമ്മയുടെ ഈ വാക്കുകൾ കേട്ട് കവോരി വൈകാരികമായിരിക്കുകയാണ്. അത് വൈകാരികമായി കഴിഞ്ഞ ശേഷം എന്ത് സംഭവിച്ചവൾ തളർന്നു പോവുകയും അവൾ കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇരുവരുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കും. അവൾക്ക് കുറച്ച് ദിവസം കൂടെ ലൈഫ് സ്പാൻ ഉള്ളൂ, പക്ഷെ അവന് ഇനിയും ജീവിക്കാനുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള ആ ഒരു ഡ്രീം ഒന്നാണ്, സ്വപ്നം ഒന്നാണെന്നുള്ള കാര്യമാണ് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്തതായി കവോരിക്ക് ഒരു വലിയ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അവളുടെ മാതാപിതാക്കളോട് പറയുന്നുണ്ട്. 100% വിജയം ഉറപ്പില്ലെങ്കിലും ആര്യമ്മയോടൊപ്പം വീണ്ടും പെർഫോം ചെയ്യാനായി അവൾ ആ ഒരു ഓപ്പറേഷന് തയ്യാറാവുകയാണ്. ആര്യമ്മയാകട്ടെ ഈസ്റ്റേൺ ജപ്പാൻ പിയാനോ കോമ്പറ്റീഷന് വേണ്ടി കഠിനമായ പരിശീലനത്തിലാണ്. കവോരി ആശുപത്രിയിൽ വെച്ച് നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ട് അവൾ. ആൻഡ് ആര്യമ്മയുടെ സ്വാധീനം അവളിൽ എത്രത്തോളം ഉണ്ടെന്ന് അവളുടെ അച്ഛൻ പറയുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ആര്യമ്മ നിന്നെ ഇത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. നീ ആര്യമ്മ നിന്നെ സ്വാധീനിച്ചത് കാരണമാണ് നീ ലൈഫിന് വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. ആര്യമ്മ ഇല്ലെങ്കിൽ, ഒരു പക്ഷെ ആര്യമ്മ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ഇങ്ങനെ വരുമോ, നീ ഇത്ര എഫേർട്ട് ഇടുമോ എന്ന് പോലെ എനിക്ക് അറിയില്ലെന്ന് അവളുടെ അച്ഛനോട് പറയുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ആലോചിക്കാം. ആര്യമ്മയെ മാറ്റാൻ വേണ്ടി നമ്മളുടെ കവോരി ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് കവോരി കാരണമാണ് ആര്യമ്മ മാറിയത്. പിന്നെ ഈ ടൈമിൽ കവോരിയുടെ മാറ്റത്തിന് നമ്മളുടെ ആര്യമ്മ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവുകയാണ്. അടുത്തതിലാണ് നമ്മളുടെ ആര്യമ്മ ഭക്ഷണം പോലും കഴിക്കാതെ പരിശീലിക്കുന്നത് അറിഞ്ഞ് സുബാക്കി അങ്ങോട്ടേക്ക് വന്നിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. കവോരിയും ആര്യമ്മയും തമ്മിലുള്ള ബന്ധം സുബാക്കി അല്പം അസ്വസ്ഥതയാക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ വേദിയിൽ ആര്യമ്മ, എമി, ഐസ എന്നിവർ വീണ്ടും ഒന്നിക്കുന്നു. മുമ്പ് ശത്രുക്കളായി കണ്ടിരുന്ന ഇവർ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളെ പോലെ പെരുമാറുകയാണ്. ആദ്യം പെർഫോം ചെയ്യുന്നത് ഐസയാണ്. സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് അവന് അല്പം പരിഭ്രമം ഉണ്ടെങ്കിലും തന്റെ സുഹൃത്തുക്കളായ ആര്യമ്മയും എമിയും അവിടെ ഉണ്ടെന്നത് അവന് ധൈര്യം നൽകുന്നു. ഐസ തന്റെ സർവ്വ കഴിവും പുറത്തെടുത്ത് അതിമനോഹരമായി പിയാനോ വായിക്കുന്നതാണ്. ആര്യമ്മയെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ അവന് തുല്യനായി നിൽക്കുക എന്നതായിരുന്നു ഐസയുടെ ലക്ഷ്യം. തന്റെ അനിയത്തി നാഗിക്ക് താനൊരു മികച്ച ഏട്ടനാണെന്ന് തെളിയിക്കാൻ അവൻ ഈ പെർഫോമൻസിലൂടെ സാധിക്കുന്നു. ഐസയുടെ വായന കണ്ട് ജഡ്ജസും കാണികളും അത്ഭുതപ്പെടുന്നു. അവൻ പിയാനോ വായിച്ചു തീരുമ്പോൾ വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. തന്റെ ബാല്യകാല ഹീറോ ആയ ആര്യമ്മയെ ഇനി
തനിക്ക് ഒരു വെല്ലുവിളിയായി കാണേണ്ടതില്ലെന്നും അവർ തുല്യനാണെന്നും ഐസ തിരിച്ചറിയുന്നു. അടുത്തതായി നമുക്ക് വീണ്ടും കാണിക്കുന്നത് ആര്യമയും സുബാക്കിയും തമ്മിലുള്ള ഒരു കുട്ടിക്കാലത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മഞ്ഞു വീഴ്ചയുള്ള ഒരു ദിവസം സുബാക്കിക്ക് ജലദോഷം വരുമ്പോൾ ആര്യമ അവൾക്ക് ലെമൺ ഐസ് വാങ്ങി നൽകുന്നതും മുമ്പ് ആര്യമ വളർത്താൻ ആഗ്രഹിച്ച സെൽസി എന്ന കറുത്ത പൂച്ചയെ അവന്റെ ഉമ്മ ഉപേക്ഷിച്ചപ്പോൾ ഉണ്ടായ വേദനയും ഈ ഭാഗത്ത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ആര്യമ എപ്പോഴും ഒറ്റപ്പെടുമ്പോൾ സുബാക്കി അവനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഈ രംഗങ്ങൾ നമുക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മഴയത്ത് ആര്യമയും സുബാക്കിയും നടന്നു പോകുമ്പോൾ അവർ വീണ്ടും ലെമൺ ഐസ് കുടിക്കുന്നു. ഈ സമയത്ത് സുബാക്കി തന്റെ മനസ്സിലുള്ള പ്രണയം ആര്യമയോട് തുറന്നു പറയുന്നു. നീ എന്നെ പ്രണയിക്കുക അല്ലാതെ നിനക്ക് വേറെ വഴിയില്ല എന്ന് അവൾ തമാശയായാലും എന്നാൽ കാര്യമായാലും അവളോട് പറയുകയാണ്. ഇത് പറയേണ്ടത് അത്ഭുതത്തോടെ നമ്മളുടെ ആര്യമയെ അവള് ചവിട്ടിട്ട് ഓടി പോവുകയാണ്. ഇത്രയും കാലം താൻ അനുഭവിച്ച വേദന ആര്യമയെയും അറിയട്ടെ എന്ന ചിന്തയോടെയാണ് അവൾ അത് ചെയ്തത്. തനിക്ക് കവോരി ഇഷ്ടമാണെന്ന് ആര്യമ തിരിച്ചറിയുകയാണ്. വട്ടാരിയോടൊപ്പം കവോരിയെ കാണാൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ ആര്യമ വട്ടാരിയോട് തന്റെ പ്രണയം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വട്ടാരി വളരെ ശാന്തനായി എനിക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്ന മറുപടി നൽകുകയാണ്. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്റെ അടുത്ത സുഹൃത്ത് സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം വട്ടാരി പക്വതയോടെയാണ് ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഈ സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇൻ റിയൽ ലൈഫ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് വിചാരിച്ചു. എനിക്കിപ്പോ ഒരു പെൺകുട്ടി ഇഷ്ടമാണ്, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പം ഒരു റിയൽ ഫ്രണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? അവൻ ആ പെൺകുട്ടി ഇഷ്ടമാണ്, ഞാൻ അവിടുന്ന് ഒഴിഞ്ഞ് മാറണം എന്ന് വിചാരിച്ച് മാറണതായിരിക്കാം ഒരു റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ആശുപത്രിയിൽ എത്തിയപ്പോൾ കവോരിയുടെ ആരോഗ്യനില വഷളാകുന്നത് അവർ കാണുന്നുണ്ട്. നഴ്സുമാരും ഡോക്ടർമാരും അവളുടെ മുറിയിലേക്ക് ഓടി കയറുകയാണ്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കവോരിയെ കണ്ട് ആര്യമ ആകെ തളർന്നു പോവുകയാണ്. പുറത്തു വന്നപ്പോൾ താൻ സ്നേഹിച്ച കറുത്ത പൂച്ച റോഡപകടത്തിൽ പെട്ടു മരിക്കുന്നതും അവൻ കാണുന്നു. കവോരിയെ പോലെ ആ പൂച്ചയും തന്നെ വിട്ടുപോകുകയാണോ എന്ന ഭയം ആര്യമയെ വേട്ടയാടുന്നു. ആലോചിച്ച് നോക്കുക ഗൈസ്, അവൻ സ്നേഹിക്കുന്ന എല്ലാം വിട്ടുപോകുകയാണ്. കവോരിയുടെ ആരോഗ്യനില വഷളായെന്ന് അറിഞ്ഞ നമ്മളുടെ ആര്യമ വീണ്ടും മാനസികമായി തളരുന്നുണ്ട്. തന്റെ സംഗീതം, തന്റെ മ്യൂസിക് പ്രിയപ്പെട്ടവരെല്ലാം തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ആലോചിക്കുന്നത്. അവൻ മാത്രമല്ല, നമ്മുടെ സുബാക്കി അങ്ങനെയാണ് ആലോചിക്കുന്നത്. എന്നാൽ സുബാക്കിയുടെ അഭ്യർത്ഥന പ്രകാരം ഹിരോക്കോ ആര്യമയെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. മുമ്പത്തെ പോലെ ഇരുട്ടിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ അവർ അവനെ നിർബന്ധിച്ച് പരിശീലനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വട്ടാരിയുടെ ആവശ്യപ്രകാരം ആര്യമ കവോരിയെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തുന്നു. കവോരി തന്നെ ആര്യമയുടെ തോളിലേറ്റി ആശുപത്രിയുടെ ടെറസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവിടെ മഞ്ഞു വീഴ്ചയ്ക്കിടയിൽ കവോരി ഒരു അത്ഭുതം, ഒരു മിറാക്കിൾ കാണിക്കുന്നുണ്ട്. ശാരീരികമായി ആവശ്യമായി ഇരുന്നിട്ടും അവൾ എഴുന്നേറ്റ് നിന്ന് വയലിൻ വായിക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. എയർ വയലിൻ എന്ന് പറയില്ല, നമ്മൾ ഒന്നുമില്ല, നമ്മളിങ്ങനെ ചുമ്മാ ആക്ഷൻ കാണിക്കില്ല, അതാണ്. സോ നമ്മൾ വിചാരിച്ചാലേ അത്ഭുതങ്ങൾ സംഭവിക്കൂ എന്ന് അവൾ അവനെ പഠിപ്പിക്കുന്നു. ഈ നിമിഷം ആര്യമയ്ക്ക് സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ വലിയ പ്രചോദനമാകുന്നുണ്ട്. ഫെബ്രുവരി 18 ആര്യമയുടെ പ്രധാന മത്സരവും കവോരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയയും ഒരേ സമയം നടക്കുന്നുണ്ട്. മത്സരത്തിന് എത്തിയ ആര്യമ ആദ്യം പരിഭ്രമിച്ചെങ്കിലും തനിക്ക് വേണ്ടി അവിടെ വന്ന സുഹൃത്തുക്കളെയും കവോരിയുടെ വാക്കുകളെയും ഓർക്കുന്നു. അവിടെ വെച്ച് നമുക്ക് ഏമിയുടെ പ്രകടനം കാണിക്കുകയാണ്. സ്റ്റേജിലെത്തിയ ആര്യമ ആദ്യം താളം തെറ്റിയ രീതിയിലാണ് തുടങ്ങിയതെങ്കിലും പെട്ടെന്ന് തന്റെ ശൈലി മാറ്റുന്നു. തന്റെ ഉള്ളിലെ സങ്കടങ്ങളും പ്രണയവും ആ സംഗീതത്തിലൂടെ അവൻ പ്രകടിപ്പിക്കുന്നു. അവന്റെ പിയാനോ വായന കേട്ട് സദസ്സിലുള്ളവർ ഭയങ്കര സന്തോഷമാകും, വികാരാധീനരാകുന്നു എന്ന് പറയില്ല. സോ അങ്ങനെ ആവുകയാണ്. കവോരിയുടെ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആര്യമ തന്റെ ആത്മാവ് തൊട്ടുള്ള സംഗീതം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന വൈകാരികമായ രംഗമാണ് നമുക്ക് കാണിച്ചിരുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുകയാണ്. ഒരു സ്ഥലത്ത് നമ്മളുടെ കവോരിയുടെ ചികിത്സയും ഒരു സ്ഥലത്ത് നമ്മളുടെ ആര്യമയുടെ വായനയും. ഇതിൽ ഏത് വിജയിക്കും അല്ലെങ്കിൽ രണ്ടും തോൽക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ആര്യമ പിയാനോ വായിക്കുമ്പോൾ കവോരി തന്റെ വയലിനുമായി അവന്റെ അടുത്തെത്തുന്നതായി അവൻ തോന്നുകയാണ്. അല്ലെങ്കിൽ അവൻ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു മനോഹരമായ സങ്കല്പത്തിലൂടെ അല്ലെങ്കിൽ ഇല്യൂഷനിലൂടെ അവർ അവസാനമായി ഒരുമിച്ച് സംഗീതം അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രകടനം അവസാനിക്കുമ്പോൾ കവോരി മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകുന്നുണ്ട്. കവോരി ഇങ്ങനെ അവന്റെ അടുത്ത് വന്നിട്ട് ഒരുമിച്ച് പിയാനോ പ്ലേ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു വയലിൻ വായിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുകയാണ്. ആ പെർഫോമൻസ് തീർന്നു വരുമ്പോൾ അവള് പയ്യെ ഡിസപ്പയർ ആക്കി പോകുന്നതും കാണിക്കുകയാണ്. ആ സമയത്ത് നമുക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം എന്താണെന്ന്. അത് പക്ഷേ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവള് മരണത്തിന് കീഴടങ്ങി എന്ന് ആ നിമിഷം ഓഡിയൻസായ നമ്മളും ആര്യമയും തിരിച്ചറിയുന്നുണ്ട്. കവോരിയുടെ മരണശേഷം അവളുടെ മാതാപിതാക്കൾ ആര്യമയ്ക്ക് ഒരു കത്ത് കൈമാറുന്നുണ്ട്. ആ കത്തിലൂടെയാണ് യുവർ ലൈൻ ഏപ്രിൽ എന്ന പേരിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. കവോരിക്ക് പണ്ടേ ആര്യമ ഇഷ്ടമായിരുന്നുവെന്നും അവളിലേക്ക് അടുക്കാൻ വേണ്ടി അവൾ പറഞ്ഞ കളവായിരുന്നു വട്ടാരി ഇഷ്ടമാണ് എന്നത്. കവോരി പോയെങ്കിലും അവൾ നൽകിയ പ്രകാശത്തിലൂടെ ആര്യമ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. സുബാക്കി അവന്റെ കൂടെ ഇപ്പോഴും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇവിടെ വെച്ച് നമുക്ക് ചില ബന്ധങ്ങൾ വിട്ടുപോകുന്നതും ചില ബന്ധങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നതും ഇറ്റ്സ് അബൌട്ട് ദ യൂണിവേഴ്സ്, റൈറ്റ്? യൂണിവേഴ്സ് തീരുമാനിക്കുന്നതാണ്. ഒരു മരണം കൊണ്ട് പോകുന്നതല്ല സ്നേഹബന്ധം എന്ന് പറയുന്നതും ഒരാൾ പോയി എന്ന് പറഞ്ഞ് തീരുന്നതുമല്ല സ്നേഹബന്ധം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഈ ആനിമയെ വെറും ഒരു പ്രണയകഥയായി കാണാൻ കഴിയില്ല എന്നെ കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടങ്ങളെയും അതിൽ നിന്ന് കരകയറാനുള്ള ഒരു മനുഷ്യന്റെ കരുത്തിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. നമ്മളിപ്പം നഷ്ടങ്ങളെ നേരിടുക, ഒരു ഓവർകമ്മിങ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആര്യമ തന്റെ അമ്മയുടെ മരണശേഷം സംഗീതം ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ കവോരി അവന്റെ ജീവിതത്തിലേക്ക് വരികയും അവനെ വീണ്ടും പിയാനോ വായിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തളർന്നു പോയേക്കാം. എന്നാൽ അവർ നമ്മളിൽ അവശേഷിപ്പിച്ച നല്ല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം
ആവണമെന്നാണ് ഈ ആനിമ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യുവർ ലൈൻ ഏപ്രിൽ നമ്മോട് പറയുന്നത് വസന്തം അവസാനിച്ചാലും പുതിയൊരു വസന്തം വരാനുണ്ടെന്നും, ഒരു കാര്യം അവസാനിച്ചാലും പുതിയൊരു കാര്യം വരാനുണ്ടെന്നും, കൗവരി ആരുമേ മാറ്റിയതുപോലെ നിനക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു പ്രചോദനമാകാൻ നിനക്ക് സാധിക്കണം. ചേസ് യുവർ ഡ്രീംസ് ആൻഡ് ലവ് എവരിവൺ എന്നൊരു ഫൈനൽ ടച്ചോടുകൂടിയാണ് ഞാൻ ഒരു ആനിമ നടത്തുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ആനിമ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എന്നോട് കമന്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫേറ്റ് സ്ട്രേഞ്ച് ഫേക്ക് എന്ന് പറഞ്ഞൊരു ആനിമ ഉണ്ട്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നതായിരിക്കും. അത് ഇതുപോലെ ഒരു ഒറ്റ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഒറ്റ വീഡിയോ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.